25 വർഷങ്ങൾക്ക് മുമ്പ് ഞായറാഴ്ചകളിലെ രാവിലെ കൃത്യം 12 മണിക്ക് എല്ലാ വീടുകളിലും ഒരേയൊരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. ശക്തിമാൻ. അതെ, ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ. വിദേശത്തു നിന്ന് സൂപ്പർമാനും സ്പൈഡർമാനും വന്നപ്പോൾ ഇന്ത്യക്കൊരു ഹീറോ വേണമായിരുന്നു. അങ്ങനെയാണ് നടനും നിർമ്മാതാവുമായ മുകേഷ് ഖന്ന ശക്തിമാൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത്. വെറും ഒരു സൂപ്പർ ഹീറോ ആയിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും പ്രതീകമായൊരു കഥാപാത്രം. അങ്ങനെയാണ് 1997 ദൂരദർശനിൽ ശക്തിമാൻ പിറന്നത്. ഈ പരമ്പര വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ തരംഗമായി. ശക്തിമാൻ വെറും ഒരു കഥാപാത്രമായിരുന്നില്ല, ബാല്യത്തിൻ്റെ ഒരു വികാരമായിരുന്നു. അന്ധകാരത്തിൻ്റെ ശക്തിയായ താമ്രാഷ് ഗ്രിഫഷ് മറ്റ് ദുഷ്ടശക്തികളെ നേരിടാൻ സൂര്യൻഷി വിഭാഗത്തിൽ ഋഷിമാർ തിരഞ്ഞെടുത്ത പോരാളിയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ ശക്തിമാൻ ഒരു രഹസ്യരൂപമുണ്ടായിരുന്നു. നാം കണ്ടു ചിരിച്ച പണ്ഡിറ്റ് ഗംഗാധർ ശാസ്ത്രി. ഒരു സാധാരണക്കാരന്റെ രൂപത്തിൽ കന്നഡ വെച്ച് തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരു പാപം. പക്ഷേ ആ കന്നഡയ്ക്കുള്ളിൽ ലോകത്തെ രക്ഷിക്കാനുള്ള മഹാശക്തി ഒളിപ്പിച്ചു വെച്ചു. ശക്തിമാന്റെ ഇരട്ടവേഷമാണ് കുട്ടികളെ ആകർഷിച്ചത്. ഓരോ വില്ലനെ തോൽപ്പിക്കുമ്പോഴും ഓരോ ദുരന്തത്തെ മാറ്റുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷം. ആക്ഷൻ രംഗങ്ങൾ അത്ര മികച്ചതല്ലായിരുന്നെങ്കിൽ പോലും ശക്തിമാൻ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്ക് സന്ദേശങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചു. ആക്ഷനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ. ഇന്ന് നമ്മൾ ലോകാന്തര സിനിമകളും VFXും കാണുന്നു. പക്ഷേ ആ പഴയ ശക്തിമാന്റെ കറങ്ങിത്തിരിയുന്ന ആകാശയാത്ര ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ പകരം വെക്കാനില്ലാത്ത ഒരു അത്ഭുതമാണ്. വെറും ഒരു സീരിയൽ ആയിരുന്നില്ല, ഒരു തലമുറയ്ക്ക് ധൈര്യവും നീതിബോധവും നൽകിയ സൂപ്പർ ടീച്ചറായിരുന്നു. അതെ, ആ ഞായറാഴ്ചകൾ ഇനി തിരിച്ചു വരില്ല. പക്ഷേ ശക്തിമാൻ ഞങ്ങൾക്ക് നൽകിയ ധൈര്യവും നീതിബോധവും ഒരു തലമുറയുടെ ഹൃദയത്തെ ഇന്നും ഉണ്ട്.